കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതും ഇപ്പോൾ ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തി 10:30 കൂടിയാണ് വ്യോമസേനയുടെ വിമാനത്തിൽ 31 മൃതശരീരങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും സുരേഷ് ഗോപി ഈ ഒരു കാര്യത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹവും സങ്കടത്തിൽ പങ്കുചേരുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവരോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ അദ്ദേഹം കണ്ണൂർ എത്തിയതിനു ശേഷം നേരെ കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു ശേഷം അദ്ദേഹം കണ്ണൂരിലേക്കാണ് പോയത്. അതിനുശേഷം നേരെ എത്തുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കാണ്. കേരളക്കരയെ ആകെ ഒന്നടങ്കം കണ്ണീർ കടലിലാഴ്ത്തിയ ഒരു ദുരന്തം തന്നെയായിരുന്നു കുവൈറ്റിലെ തീപിടുത്തം എന്നുള്ളത്. NBTC-യുടെ കെട്ടിടത്തിനാണ് തീപിടുത്തം നടന്നത്. അവരുടെ ലേബർ ക്യാമ്പിലെ 4-ാം നമ്പർ ക്യാമ്പിനാണ് തീപിടുത്തം സംഭവിച്ചത്. വെളുപ്പിന് 4:30 ഒരു ഈജിപ്ഷ്യൻ അവിടുത്തെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരനായ ഈജിപ്ഷ്യൻ പൗരന്റെ താഴത്തെ നിലയിലെ ഫ്ളാറ്റിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം സംഭവിച്ചത്. പിന്നീട് അതിന്റെ ആ തീയുടെ ആഘാതം മുകളിലേക്ക് പടരുകയാണ് ചെയ്തത്. പിന്നീട് നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തത്തിലേക്ക് അത് വഴിമാറുന്ന കാഴ്ചയാണ് നേരത്തെ കുവൈറ്റിൽ നേരത്തെ തന്നെ പിന്നീട് തീ വളരെ മുകളിലേക്ക് പടരുകയും പിന്നീട് നിമിഷ നേരം കൊണ്ട് വലിയൊരു സങ്കടക്കടലിലേക്ക് മാറുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ ഈ ഒരു ഇതിലേക്ക് വയ്ക്കുന്ന, അതായത് മൃതദേഹങ്ങൾ ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ നിരവധി പേരാണ് ഈ ഒരു മൃതദേഹം, കാരണം അത്രത്തോളം ഒരുപാട് പ്രതീക്ഷകളുമായി പ്രവാസ ജീവിതത്തിലേക്ക് എത്തിയവർ, ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയായി പ്രവാസ ലോകത്തേക്ക് എത്തിയവർ, ജീവിതം ഒന്ന് കരപിടിപ്പിക്കാനായി പോയവർ, ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ, അതായത് വിദ്യാഭ്യാസം, മക്കളുടെ പഠിത്തം, വിവാഹം, വീട്, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായി പോയ പ്രവാസ ജീവിതത്തിലേക്ക് പോയവരാണ് ഇപ്പോൾ ചേതനയേറ്റ ശരീരവുമായി ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഏറെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിൽ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ തന്നെ ഇപ്പോൾ കുവൈറ്റിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരുന്നത്. എന്തായാലും ഈ മലയാളികൾക്കൊപ്പം, മരണപ്പെട്ട മലയാളികൾക്കൊപ്പം തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരുകളെങ്കിലും എല്ലാ രീതിയിലും അവർക്കൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാർ. എങ്കിൽ പോലും അവരുടെ ദുഃഖം, അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നുണ്ട്. എങ്കിലും ഒരുപാട് പ്രതീക്ഷകളുമായി പോയ, അതായത് 5 ദിവസമായി കുവൈറ്റിലെത്തിയ ശ്രീഹരി ഉൾപ്പെടെയുള്ളവരുടെ ഈ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങാൻ കുടുംബാംഗങ്ങൾക്ക് ശക്തി പകരണമേ എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കൂ. കാരണം അത്രത്തോളം വെളുപ്പാങ്കാലം 3 മണിക്ക് വിളിച്ചവരുണ്ട് കുടുംബത്തിലേക്ക്. അത്രത്തോളം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നാട്ടിലേക്ക് ലീവിന് വരാനായി, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചേതനയേറ്റ ശരീരമാണ് തിരികെ അവരുടെ വീട്ടിലേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാഴ്ചകൾ നമ്മളെ നൊമ്പരപ്പെടുത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ എത്തുമ്പോൾ അവരുടെ ഒരു സങ്കടം, അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവരെ ചേർത്ത് പിടിക്കാൻ ഇവിടെ
കേന്ദ്ര സഹമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ സങ്കടത്തിന് ഒപ്പം നിൽക്കാൻ ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു സങ്കടം അത് സത്യത്തിൽ നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് പോലും അറിയാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് സന്തോഷത്തോടെ യാത്ര പറഞ്ഞവരായിരിക്കും. ഭാര്യയോടും മക്കളോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ യാത്ര പറഞ്ഞ് പോയവരായിരിക്കാം. ഇനി ലീവിന് വരുമ്പോൾ കാണാമെന്ന് കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് പോയവരായിരിക്കാം. ഒക്കെ ഇവിടെ നിന്ന് പോയ ഒരുപാട് നിരവധി പേർ ആ മൃതദേഹങ്ങളിൽ ഉണ്ടാകാം. ചിരിച്ച് സന്തോഷത്തോടെ ജീവിതം എത്രയും പെട്ടെന്ന് കരപിടിപ്പിക്കുക, കുടുംബത്തിന് അത്താണിയാവുക എന്നൊക്കെ വിചാരിച്ച് പോയവരായിരിക്കാം ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി മടങ്ങിയെത്തുന്നത്. ആ വേദന, അവരുടെ ആ ഒരു വേദന കുടുംബാംഗങ്ങൾ പറയുന്ന, അതായത് ഒരുപാട് പ്രതീക്ഷകളുമായി പോയ നിരവധി പേരാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു ചേതനയേറ്റ ശരീരമായി ഇവിടെ തിരികെ വരുന്നത് എന്നുള്ളത് വളരെ സങ്കടത്തോടെ തന്നെയാണ് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇവരെ അറിഞ്ഞുകൂടാത്ത നിരവധി പേർ വരെ ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ, അവസാനമായി ഈ 31 മൃതശരീരങ്ങളും ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ അവരുടെ വേദന അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ വേദനയോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് മലയാളി വാർത്തയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് നെടുമ്പാശ്ശേരിയിലെ ഓരോ വിവരങ്ങളും എത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് തന്നെയുണ്ട്. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനും പൊതുദർശനത്തിന് വെച്ചിട്ട് അവരെയൊക്കെ അവരുടെ വീടുകളിലേക്ക് ആംബുലൻസിൽ, ഓർക്കയുടെ ആംബുലൻസിൽ യാത്രയാക്കിയതിന് ശേഷം മാത്രമേ അവരൊക്കെ മടങ്ങിപ്പോകൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ വളരെ വേദനയോടുകൂടിയാണ് കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാരണവശാലും വീട്ടിലേക്ക് പോകരുത് എന്നുള്ളൊരു ജാഗ്രത കൂടി അവർ വെച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് സീരിയൽ നമ്പർ ഈ ലേബിളിൽ പതിപ്പിച്ചിരിക്കുന്നത്. ആ സീരിയൽ നമ്പർ അനുസരിച്ചുള്ള ആംബുലൻസിലേക്ക് അദ്ദേഹം മാറ്റും. അതിനുശേഷം പോലീസ് വാഹനത്തിൻ്റെ നടപടിയോട് തന്നെ ഇത് വീട്ടിൽ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കേന്ദ്ര പോലീസുകാർ ഇത് കൈപിടിക്കാൻ ഇടയിൽ
മൃതദേഹങ്ങൾ ഇപ്പോൾ പൊതുദർശനത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ മൃതദേഹങ്ങൾ ഈ ഒരു പൊതുദർശനത്തിനായി വയ്ക്കുന്നതിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ്. നമസ്കാരം, സൈഡിലേക്ക് സ്വാഗതം. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇവിടെ ഈ ഒരു പൊതുദർശനത്തിനായി വയ്ക്കുവാനുള്ള ഒരുക്കങ്ങൾ പോലീസ് നടത്തുകയാണ്. 31 പേരുടെയും ചേതനയേറ്റ ശരീരം, ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ചേതനയേറ്റ ശരീരം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിന് ഒരു മൃതദേഹങ്ങൾക്ക് ഏറെ ബഹുമാനവും ആദരവും തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഇവിടെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ നമുക്ക് അവർക്ക് കൊടുത്തയക്കാൻ കഴിയുന്നത് ഇനി അത് മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, അതായത് അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരും കേരള പോലീസും ഒക്കെ മുന്നോട്ട് പോകുന്നത്. നിരവധി പോലീസുകാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോർക്കയുടെ ആംബുലൻസുകളെല്ലാം റെഡിയായിട്ടുണ്ട്. ഓരോ ആംബുലൻസിനും ഓരോ സീരിയൽ നമ്പരും ഒരു കോഡുമുണ്ട്. അതായത് മൃതദേഹങ്ങളൊന്നും മാറി ഒരു വീടുകളിലും എത്തരുത് എന്ന ഒരു കാര്യം കൂടി സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ കൂടി ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ജാഗ്രത കൂടി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കൃത്യമായി മൃതദേഹങ്ങൾ എല്ലാം വീട്ടിലെത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നോർക്കയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നേരത്തെ മലയാള വാർത്തയുടെ ലൈവിൽ കാണിച്ചതുപോലെ ഓരോ വാഹനത്തിനും ഓരോ നോർക്കയുടെ ആംബുലൻസിനും ഓരോ സീരിയൽ നമ്പറുണ്ട്. ആ നമ്പർ അനുസരിച്ചുള്ള ഫോട്ടോയും ഒക്കെ പതിച്ച ആംബുലൻസിൽ തന്നെയാണ് മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഏകദേശം 31 മൃത ശരീരങ്ങളാണ് ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുതിർന്ന പോലീസ് ഉൾപ്പെടെ പോലീസിലെ മുതിർന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ എല്ലാ ബഹുമാനത്തോടെയും കൂടിയാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനാക്കാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പൊതുദർശനത്തിനായി മൃതദേഹങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്.
അവരുടെ ഡീറ്റെയിൽ